റെക്കോർഡായി. നൂറുകണക്കിന് ഗ്രാമങ്ങളും പോലീസും നിയമങ്ങളും ഒക്കെയുള്ള ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. ഇങ്ങനെയുള്ള കേരളത്തിന്റെ മികച്ച വിദ്യാഭ്യാസ രീതികളും ആരോഗ്യ പരിപാലനവും തൊഴിൽ അവസരങ്ങളും എല്ലാം കണ്ടുകൊണ്ട് ഒരു അതിഥിതൊഴിലാളി കുടുംബം കേരളത്തിലേക്ക് കുടിയേറി പാർക്കുന്നു. സന്തോഷത്തിലും സമാധാനത്തിലും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഒരു ദിവസം അവർ ഈ കേരളത്തെ മുഴുവൻ ഇടിച്ചുകൊണ്ട് അതാണ് സംഭവം അരങ്ങേറുന്നു. അതെ, സ്വാഗതം. എന്തിനീ ക്രൂരത? എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എന്തെങ്കിലും ഒക്കെ ചെയ്യണേ. പക്ഷേ രാജപത്രങ്ങൾ യക്ഷിക്ക് ഒരു പേടിയാണ്. സമർപ്പണം അളവില്ലാതെ പിച്ച് ചിന്തപ്പെടുന്ന വ്യഞ്ജനങ്ങൾക്കല്ല. ഒരു വീടിന്റെ കത്തിരിമുறை മാത്രം സദാ അമർവേഷം കേട്ടിയാലും എനിക്കത് ഒരിക്കലും സംഭവിക്കില്ല എന്നാശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇവിടെ അയ്യോ അയ്യോ അച്ഛാ പോയപ്പോ ചോക്ലേറ്റ് വാങ്ങിത്തരോ? എനിക്കോ അച്ഛൻ പോയപ്പോഴേ എന്റെ മകൾക്ക് ചോക്ലേറ്റ് എല്ലാം വാങ്ങിത്തരാം കേട്ടോ. അച്ഛനമ്മ ടൗണിൽ പോയിട്ട് നമുക്ക് എല്ലാം വാങ്ങിത്തരാം കേട്ടോ. ആ രണ്ടുപേരും അവിടെ നിൽക്കുവാണോ? പൊന്നോ കഴിക്കണം പഠിക്കണം എന്നെ തുടങ്ങും കേട്ടോ. അയ്യോ അച്ഛനവിടെ ഇല്ലല്ലോ മാമ. എന്താ ആരെയൊന്നു എന്നാലും നിങ്ങളുടെ സുന്ദരിക്ക് ആ അങ്കടത്തെ കൊണ്ടുവരുന്നത് കണ്ടേ. ചോക്ലേറ്റ് മോക്കാണോ? മോക്കിത് വലിയ ഇഷ്ടം. താങ്ക് യു. എന്താ കാണിക്കുന്ന? മോക്ക് പേടിയാവുന്ന എന്തിനാ മോള് പേടിക്കുന്നേ? അങ്ങടല്ലേ ഇത് മോള് പേടിക്കുന്നേ? അയ്യോ മോളത് ചെയ്യല്ലേ. മോക്ക് പേടിയാവുന്ന അമ്മേ അച്ഛാ. ഒരു ഗാനസംഘമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. 5 വയസ്സുകാരന്റെ മന്നത്തെ പറ്റി നമുക്ക് നാട്ടുകാരായിട്ട് ചോദിക്കാം. പറയൂ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ലേലും പറയണേ കണ്ടകടി നാട്യം താമസാലേ ഇതൊക്കെയല്ലേ അവസ്ഥ. എന്തായി പറയണേ? നാടക്കില്ല. അതും ഏതോ അന്യ നാട്ടിൽ വന്ന കുട്ടിക്കായി നാടക്കില്ല. എനിക്കും എന്റെ കോഴ്സിനും ചെയ്യാനായിരിക്കണം പ്രതി ഞങ്ങൾ കണ്ടു. എന്റെ കുഞ്ഞിനെ നമ്മളെ കുഞ്ഞിനെ കിട്ടിയോ? നമ്മുടെ പൊന്നുമോൾ ഉറങ്ങിക്കോട്ടെ. എന്റെ പൊന്നുമോള് പൊതിച്ച് കിടന്നോട്ടെ ഏട്ടാ, പൊതിച്ച് കിടന്നോട്ടെ എന്റെ പൊന്നുമോളെ. നിങ്ങൾ പറയൂ, ആരാണ് കഥയിലെ കഥാപാത്ര സമൂഹം? ആർക്കാണ് ബുദ്ധിമാറ്റം സംഭവിച്ചിരിക്കുന്നത്? കഥയിലെ സഹോദരനോ അതോ നമുക്കോ? മനുഷ്യർക്ക് വിലയ്ക്ക് വാങ്ങാനാവില്ല. തന്റെ മുന്നിലേക്ക് വരുന്ന ഓരോ മനുഷ്യരിലും അവനവനെ തന്നെ കാണുകയാണ്. ഓരോ ജീവനിൽ തുടിക്കുന്ന വേദന നമ്മുടെ തന്നെ മാറ്റമാക്കും. നമ്മുടെ ചിന്തകളെ